ഇന്ന് നമ്മൾ നോക്കുന്നത് അറ്റാക്ക് ഓൺ ടൈറ്റൻ എന്ന ജാപ്പനീസ് അനിമി ടിവി സീരീസിന്റെ സീസൺ 1-ലെ 7ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡോട് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സീസൺ തീരുന്നതിന് മുമ്പ് 30K സബ്സ്ക്രൈബേഴ്സ് ആണ് നമ്മുടെ ടാർഗറ്റ്. സോ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സമയങ്ങളാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. പോവരുത് ക്യാപ്റ്റൻ, പോവരുത്. ടൈറ്റനുകൾ എങ്ങാനും ഇവിടെ ആക്രമിച്ചാൽ ഞങ്ങൾ സപ്ലൈ യൂണിറ്റിന് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. ക്യാപ്റ്റന്റെ കാലിൽ ഞാൻ പിടിക്കാം. ക്യാപ്റ്റൻ പോവരുത് എന്ന് സപ്ലൈ യൂണിറ്റിലെ ഓഫീസേഴ്സ് പറയാണ്. വഴിയിൽ നിന്നും മാറ്, എനിക്ക് റിയൽ ഫോഴ്സ്മെന്റിനെ സംഘടിപ്പിക്കാനുള്ളതാ. ഓ, സാറിനുള്ളിലെ മതിലുകൾക്കുള്ളിൽ സുരക്ഷിതമായിട്ടിരിക്കാം അല്ലേ സാർ? നീ എന്താ ഈ പറഞ്ഞു വരുന്നേ? ഞാൻ പ്രോട്ടോകോൾ അനുസരിച്ചാണ് നീങ്ങുന്നത്. കിട്ടിയ ഓർഡർ എനിക്കനുസരിച്ചേ പറ്റൂ. ഇത് ഓരോ സൈനികന്റെയും കടമയാണ്. പക്ഷെ അവരാക്രമിച്ച നിർത്താനാ പറഞ്ഞേ. ഇനി ഒരു അക്ഷരം വേണ്ടിയാ പറഞ്ഞ ജോലി ചെയ്യാത്തതിന് നീ ഉത്തരം പറയേണ്ടി വരും. പിന്നീട് നമ്മൾ കാണുന്നത് മിക്കാസയാണ്. അവൾ ഒരു ബിൽഡിങ്ങിന് മുകളിൽ കയറി നോക്കുവാണ്. നോക്കുന്ന സമയത്ത് എല്ലാ സർവേ കോപ്സും അവിടെ ഇരുന്ന് എന്തൊക്കെയോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്മാറാനുള്ള മണി മുഴങ്ങിയിട്ടും ഇവരെന്താ ഇപ്പോഴും മതിലിനകത്തോട്ട് പോവാത്തെ എന്ന് അവൾ ചിന്തിക്കുന്നു. അപ്പോഴാണ് അവൾ ആ കാഴ്ച കാണുന്നത്. എച്ച്ക്യൂനതാ ഒരുപാടധികം ടൈറ്റൻസ് വളഞ്ഞിട്ട് ആക്രമിക്കുന്നു. നോക്കുന്ന സമയത്ത് അതിനകത്ത് ഒരുപാടധികം ഓഫീസേഴ്സ് ഉണ്ട്. ടൈറ്റൻസിനെ പേടിച്ച് അവരെല്ലാം അതിനകത്ത് ഒളിച്ചിരിക്കുവാണ്. നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, എല്ലാം തീർന്നു എന്ന് പറഞ്ഞ ഒരു ഓഫീസർ സൂയിസൈഡ് ചെയ്യുന്നു. എടാ ജിൻ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. മണി കേട്ടപ്പോ തന്നെ പിന്മാറാൻ ശ്രമിച്ചതാ. പക്ഷെ ഗ്യാസ് തീരുമെന്ന് ആരറിഞ്ഞു? ആ നട്ടലില്ലാത്ത നായ്ക്കള് കാരണം നമ്മളെല്ലാവരും മരിക്കും. നീ സപ്ലൈ സ്ക്വാഡിനെയാണോ പറയുന്നേ എന്ന് കോണി ചോദിക്കുന്നു. എന്നാലും അവരിതെവിടെ പോയി? ചത്ത് കാണൂ ഇനി. അവരുടെ ധൈര്യം എല്ലാം ചോർന്നു പോയി. സപ്ലൈ ദൗത്യം ഉപേക്ഷിച്ച് HQയിൽ ഒളിച്ചിരിക്കുന്നുണ്ടാവും. എന്നാലും അവർക്ക് അതിനെങ്ങനെ മനസ്സ് വന്നു? ടൈറ്റൻസിന്റെ ആക്രമണം കാരണമായിരിക്കും റീസപ്ലൈ തടസ്സപ്പെട്ടത്. ഇനി ഒന്നും നോക്കാനില്ല, ടൈറ്റൻസിനെ എല്ലാം കൊല്ലുക, വേറെ വഴിയില്ല. മരണം കാത്ത് ഇങ്ങനെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് അതാ. എന്തായാലും ടൈറ്റൻസ് വൈകാതെ തന്നെ ഇവിടെ എത്തും. കയ്യിലുള്ള ഗ്യാസും കളഞ്ഞ് എങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതിനേക്കാൾ നല്ലത് അത് വെച്ച് എങ്ങനെയെങ്കിലും അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കാം. ഗ്യാസ് മുഴുവൻ തീർന്നാ നമ്മളും തീരും. നീ നിന്റെ തല ഇപ്പോഴെങ്കിലും ഉപയോഗിച്ചല്ലേ കോണി? പക്ഷെ ഇത്രയും പേരെ കൊണ്ട് അതെങ്ങനെ ചെയ്യാൻ പറ്റും? മുൻനിരയിൽ നിന്ന് ഫൈറ്റ് ചെയ്ത എല്ലാവരും മരിച്ചുപോയില്ലേ? അല്ലെങ്കിൽ തന്നെ നമ്മളിൽ ആർക്കാണ് ഇതുപോലൊരു മിഷൻ മുന്നിൽ നിന്ന് നയിക്കാൻ സാധിക്കുന്നത്? ഇനി ആരെങ്കിലും ചെയ്താൽ തന്നെ നമ്മളെ കൊണ്ട് ആ ടൈറ്റനുകളെ തോൽപ്പിക്കാനാവില്ല. എന്റെ ഊഹം ശരിയാണെങ്കിൽ സപ്ലൈ റൂം മുഴുവൻ 3-4 മീറ്ററുകളുള്ള ടൈറ്റൻസ് ആയിരിക്കും. എന്ത് പാഴ്ജന്മമാണ് ഇത്രയും കാലം ജീവിച്ചത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവളോട് ഞാൻ പറഞ്ഞേനെ എന്ന് ജിൻ പറയുന്നു. എല്ലാവരും എഴുന്നേക്ക്, നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. നമ്മൾ ഒരുമിച്ച് നിന്നാ തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാൻ പറ്റും. ഞാൻ തന്നെ ഈ മിഷൻ മുന്നിൽ നിന്നും നയിക്കാം എന്ന് സെഷ പറയുന്നു. ഇതേ സമയമാണ് ആർവിൻ ഒരു മൂലക്കിരിക്കുന്നത് സെഷ കാണുന്നത്. അവനോട് ചെന്ന് കാര്യം പറയാണ്. പക്ഷെ അവൻക്കും യാതൊരുവിധ റെസ്പോൺസും ഇല്ല. റെയ്നർ, ഇനി നമ്മൾ എന്ത് ചെയ്യും എന്നൊരാൾ ചോദിക്കുന്നു. ആയിട്ടില്ല, അവരൊന്ന് ഗ്രൂപ്പ് ആയിക്കോട്ടെ എന്ന് റെയ്നർ പറയുന്നു. ഒരു കാര്യവുമില്ല, എന്തായാലും നമ്മൾ ഇവിടെ കടന്നു മരിക്കും. മരിക്കാൻ എനിക്ക് പേടിയില്ല, പക്ഷേ എന്തിനാ മരിക്കുന്നേ എന്നൊരു ഓഫീസർ ചോദിക്കുന്നു. ഇതേ സമയമാണ് മിക്കാസ അങ്ങോട്ട് വരുന്നത്. ആനിയോട് എറിന്റെ സ്ക്വാഡ് കണ്ടോ എന്ന് ചോദിക്കുന്നു. കണ്ടില്ല, പക്ഷേ ആർമിൻ ഉണ്ട് അവിടെ ഇരിക്കുന്നു എന്നൊരു ഓഫീസർ പറയുന്നു. ആർമിൻ എന്ന് മിക്കാസ വിളിക്കുന്നു. മിക്കാസ, ഞാൻ എങ്ങനെ അവളുടെ മുഖത്ത് നോക്കും? എന്തിന് ഞാൻ മാത്രം ബാക്കിയായത്? അവന്റെ ഒപ്പം ഞാനും മരിച്ചാ മതിയായിരുന്നു. ആർവിൻ, നിനക്ക് വല്ലതും പറ്റിയോ? കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് മിക്കാസ ചോദിക്കുന്നു. ഒന്നും മിണ്ടാതെ അവൻ നിൽക്കുന്നു. എറിനെ കണ്ടോ നീ? അവൻ എവിടെയാ? എന്ത് പറയണമെന്നറിയാതെ ആർവിൻ മിണ്ടാണ്ട് നിൽക്കുവാണ്. 34ാം സ്കോർപ്പിലെ തോമസ്, ഞാക്ക്, മെലിയസ്, മീന, എറിൻ ഇവരെല്ലാം കൃത്യനിർവഹണത്തിനിടയിൽ വീരമൃത്യു വഹിച്ചു. ഇത് കേട്ട് മിക്കാസയും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഷോക്കാവുകയാണ്. എന്നോട് ക്ഷമിക്കും മിക്കാസ, എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എറിൻ. എന്നോട് ക്ഷമിക്കണം, എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. ആർവിൻ, ഒന്ന് സമാധാനിക്ക്. ഇങ്ങനെ കടന്ന് കരയാനുള്ള സമയമല്ല ഇത്. വാ, എഴുന്നേക്ക്. മാർക്കോ, HQയിലുള്ള ടൈറ്റൻസിനെ മൊത്തമായിട്ട് ഇല്ലാതാക്കിയാൽ ഗ്യാസ് റീഫിൽ ചെയ്ത് നമുക്ക് മതിൽ കയറാൻ പറ്റുമല്ലേ? അതെ, ശരിയാണ്. പക്ഷേ നീ എങ്ങനെ ഇത് ചെയ്യും? അവരൊരുപാട് എണ്ണമുണ്ട്. എനിക്ക് പറ്റും, എനിക്ക് അതിനുള്ള ശക്തിയുണ്ട്. നിങ്ങളെക്കാൾ ശക്തി എനിക്കുണ്ട്. അതുകൊണ്ട് അവരെ തോൽപ്പിക്കുന്നത് വലിയ കാര്യമല്ല. ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ പോലും ഞാനത് ചെയ്യും. നിങ്ങൾക്കൊന്നും കഴിവില്ല, അത് പോട്ടെ. നിങ്ങൾ വെറും ഭീരുക്കളാണ്. നിങ്ങൾ ഇവിടെ നിന്ന് കണ്ടാ മതി. നിർത്ത് മിക്കാസ, നീ എന്തൊക്കെയാ പറയുന്നേ? ഇത്ര ടൈറ്റനുകളെ നീ ഒറ്റയ്ക്ക് നേരിടാൻ പോവാണോ? നിന്നെ കൊണ്ട് പറ്റില്ല. സാധിച്ചില്ലെങ്കിൽ ഞാൻ മരിക്കും. ഇനി സാധിച്ചാ ഞാൻ ജീവിക്കും. കഷ്ടപ്പെട്ടില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മിക്കാസ അവിടെ നിന്നും പോകുന്നു. ഇവിടെ ആകെ നാണം കെട്ട് നിൽക്കുന്നത് നിന്റെ ഈ പ്രസംഗം മാത്രമാണ്. നീ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് അങ്ങ് പോയെന്ന് കരുതി എല്ലാം നിന്റെ തെറ്റാണ് എറിൻ എന്ന് ദേഷ്യത്തോടെ ജിൻ പറയുന്നു. ഹേ ഗായ്സ്, ഇങ്ങനെ പേടിച്ച് മാറി നിൽക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? നീയൊക്കെയാണ് ശരിക്കുള്ള ഭീരുക്കൾ എന്ന് പറഞ്ഞ് ജിന്നും കൂട്ടരും മിക്കാസയുടെ കൂടെ പോകുന്നു. ഇത് കേട്ട് റെയ്നറും മറ്റുള്ളവരും അവരുടെ കൂടെ തന്നെ പോവാണ്. ഡാ പുഴുക്കളെ, നട്ടല്ലില്ലാത്ത മണ്ടന്മാരെ,
പോയി ചാവടാ എന്ന് പറഞ്ഞ് സഷ അവിടെ നിന്നും പോകുന്നു. ഓ ഇവളിത് കാണിച്ചു തരാടി എന്നും പറഞ്ഞ് മറ്റുള്ളവർ അവളുടെ കൂടെ തന്നെ പോകുന്നു. മുന്നിൽ വരുന്ന എല്ലാ ടൈറ്റൻസിനെയും മിക്കാസ അടിച്ച് താഴിടുന്നു. ഏയ് വേഗം പോ, സമയം കളയരുത്, ഗ്യാസ് തീരുന്നതിനുള്ളിൽ HQയിൽ നമുക്ക് എത്തണം എന്ന് ജിൻ പറയുന്നു. ശരിക്കും മിക്കാസ വേറെ ലെവലാണ് എന്നൊരാൾ പറയുന്നു. അവളെങ്ങനെയാണ് ഇത്രയും വേഗത്തിൽ പോകുന്നത്? ഇത് കേൾക്കുമ്പോഴാണ് ആർമിൻ ആ കാര്യം ചിന്തിക്കുന്നത്. അവൾ ഗ്യാസ് ഒരുപാടധികം യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പോയാ പെട്ടെന്ന് തന്നെ അത് തീർന്നു പോവല്ലോ. എത്രയേറെ കഴിവുണ്ടെങ്കിലും അനങ്ങാൻ പറ്റിയില്ലെങ്കിൽ ചത്തതുപോലെയാണ്. അവൾ എപ്പോഴത്തെയും പോലെ അല്ലല്ലോ ഇപ്പോ. ഒരുപാടധികം ദേഷ്യത്തിലാണ്. പെട്ടെന്ന് തന്നെ മിക്കാസയുടെ ഗ്യാസ് തീരുവാണ്. അവൾ താഴോട്ട് വീഴുന്നു. ഇത് കണ്ട് ആർവിൻ അവളുടെ പുറകെ പോകുന്നു. ഹേയ് ജിൻ, നീ മറ്റുള്ളവരെ നയിക്ക്, ഞാൻ ആർവിനെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് കോണിയും അവന്റെ പിന്നാലെ പോകുന്നു. സേഫായിട്ട് തന്നെയായിരുന്നു മിക്കാസ താഴെ വീണിട്ടുണ്ടായിരുന്നത്. വീണ്ടും അത് സംഭവിച്ചു. എനിക്ക് എന്റെ കുടുംബം നഷ്ടമായി. ഈ വേദനയിലൂടെ ഇനിയും ഞാൻ കടന്നു പോവണോ? ഇതേ സമയമാണ് അവളെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു ടൈറ്റൻ വരുന്നത്. അപ്പോഴാണ് നമുക്കൊരു കാര്യം വെളിപ്പെടുത്തുന്നത്. 3D മാനുവൽ ഗിയർ മെക്കാനിസം. ഇതിനകത്ത് സ്റ്റീൽ വയറുകൾ ചുരുട്ടിയാണ് സൂക്ഷിച്ചിട്ടുള്ളത്. സ്വതന്ത്രമായി കറങ്ങാനുള്ള ആക്സിലുകളും ഇതിനകത്തുണ്ട്. ഇവയുടെ ഓപ്പണിംഗ് ഭാഗത്തിന്റെ പ്രവർത്തന രീതി അതീവ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്ന ഒന്നാണ്. ഈ ഉപകരണം പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഗ്യാസ് അതിന്റേതായ സിലിണ്ടറുകളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ശരിയാ, HQന്റെ അടുത്തെത്താൻ പോലും നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് ജിൻ പറയുന്നു. ഇതേ സമയം തന്നെ ഗ്യാസ് തീർന്ന ഒരു ഓഫീസർ താഴെ കുടുങ്ങിക്കിടക്കുവാണ്. ഇതേ സമയം അവന്റെ അടുത്തോട്ട് ഒരു ടൈറ്റൻ വരുന്നു. അവനെ രക്ഷിക്കാൻ വേറെ 2 ഗാർഡ്സ് അവരുടെ അടുത്തോട്ട് പോകുന്നു. അവരെയും ടൈറ്റൻ പിടിക്കുന്നു. ഇതൊക്കെ നോക്കി നിൽക്കാൻ മാത്രമേ ജിന്നിനെ കൊണ്ട് സാധിക്കണ്ടായിരുന്നുള്ളൂ. അവരെ രക്ഷിക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. എന്തുകൊണ്ട്? ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് അവരെ രക്ഷിക്കാമായിരുന്നു. ഇങ്ങനെ ഒരു ദൗത്യം നയിക്കാനായി എന്തർഹതയാണ് എനിക്കുള്ളത്? വേണ്ട, എനിക്ക് മരിക്കണ്ട എന്ന് ജിൻ മനസ്സിൽ വിചാരിക്കുന്നു. ഇതേ സമയം തന്നെ മിക്കാസയെ കാണിക്കുവാണ്. ഈ ലോകം എന്ത് ക്രൂരമാണ്, വളരെ മനോഹരവുമാണ്. ജീവിതം അത് നല്ലതായിരുന്നു എന്നൊക്കെ അവൾ ചിന്തിക്കുന്നു. ഇതേ സമയം തന്നെ ആ ടൈറ്റൻ അവളെ ആക്രമിക്കൂടാന്നും പറഞ്ഞു വരുവാണ്. പെട്ടെന്ന് തന്നെ അവൾക്ക് എന്തോ ഒരു ഫീലിങ്സ് വന്ന് അതിന്റെ വിരൽ അങ്ങ് വെട്ടുന്നു. അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുവാണ്. വീണ്ടും ആ ടൈറ്റൻ അവളെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്തിന്? ഞാൻ തോൽവി സമ്മതിച്ചതല്ലേ, പിന്നെ എന്തിനാ ഞാൻ എഴുന്നേക്കുന്നത്? ജീവിച്ചിരിക്കാൻ എനിക്ക് കാരണങ്ങളില്ല, പിന്നെ എന്തിനാണ് ഞാൻ എന്ന് പറഞ്ഞ് മിക്കാസ പുറകിലോട്ട് ഓടാൻ വേണ്ടി ശ്രമിക്കുന്നു. പെട്ടെന്നതാ പുറകിൽ നിന്ന് ഒരു ടൈറ്റൻ വരുന്നു. പെട്ടെന്ന് എറിൻ പറഞ്ഞ കാര്യം അവൾക്ക് ഓർമ്മ വരുന്നു. ഫൈറ്റ് ചെയ്തേ പറ്റൂ. എന്നോട് ക്ഷമിക്കണോ എറിൻ, ഞാൻ ഇനി തോറ്റു കൊടുക്കില്ല. ഒരിക്കലും ഞാൻ തോറ്റു കൊടുക്കില്ല. കാരണം ഞാൻ മരിച്ച പിന്നെ എനിക്ക് നിന്നെ ഓർക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്തൊക്കെ വന്നാലും ഞാൻ തോറ്റു കൊടുക്കില്ല എന്ന് പറഞ്ഞ് അവൾ ആദ്യം കണ്ട ആ ടൈറ്റനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതേ സമയം പുറകിലൂടെ വന്ന മറ്റൊരു ടൈറ്റൻ അവളുടെ അടുത്ത് വന്ന് അങ്ങ് ചവിട്ടുന്നു. മാത്രമല്ല ആ ടൈറ്റൻ മറ്റേ ടൈറ്റനെ ഒറ്റയിടി അങ്ങ് ഇടിക്കുകയാണ്. ഇതേ സമയം മിക്കാസ തെറിച്ചു പോകുന്നു. എന്താപ്പോ സംഭവിച്ചേ എന്ന് പറഞ്ഞ് കണ്ണു തുറന്ന് നോക്കുന്ന അവൾ കാണുന്നത് അവളുടെ മുമ്പിൽ വലിയൊരു ടൈറ്റൻ അതാ ഒച്ച വെക്കുന്നു. ഇതേ സമയം ആ ടൈറ്റൻ ഓടിപ്പോയി ആ മുമ്പിലുണ്ടായിരുന്ന ടൈറ്റനെ അങ്ങ് കൊല്ലുവാണ്. എന്ത്? ഒരു ടൈറ്റൻ മറ്റൊരു ടൈറ്റനെ കൊല്ലുന്നോ? എന്താ അവിടെ സംഭവിക്കുന്നതെന്ന് അവൾക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് തന്നെ ആർമിൻ അങ്ങോട്ട് വന്ന് അവളെ അവിടെ നിന്നും രക്ഷിക്കുന്നു. ഇതേ സമയം അങ്ങോട്ട് കോണിയും വരുവാണ്. 2 15 മീറ്ററുള്ള ടൈറ്റൻസിനെ അവർ മുമ്പിൽ കാണുവാണ്. ഇതേ സമയമാണ് അതിലൊരു ടൈറ്റൻ മറ്റേ ടൈറ്റനെ ഒറ്റ അടി അങ്ങ് അടിക്കുന്നത്. അതിന്റെ തല അങ്ങ് തെറിച്ചു പോകുന്നു. ഇതേ സമയം ആ ടൈറ്റന്റെ കൈ അവിടെ നിന്നും പൊട്ടിപ്പോകുന്നു. എന്നാ അത് ആ സ്പോട്ടിൽ തന്നെ റീജനറേറ്റ് ആയി വരുന്നുണ്ട്. വീണ് കിടക്കുന്ന ടൈറ്റൻ വീണ്ടും എഴുന്നേക്കാൻ വേണ്ടി നോക്കുന്നു. എന്നാൽ ഈ ടൈറ്റൻ അതിന്റെ തലഭാഗത്ത് ചവിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതെന്താ സംഭവം? ടൈറ്റൻസിന്റെ വീക്ക് പോയിന്റ് എവിടെയാണെന്ന് അതിനറിയാമെന്ന് തോന്നുന്നു എന്ന് കോണി പറയാണ്. അവർക്ക് ഇതൊന്നും തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു ബോക്സറെ പോലെ മൂവ്മെന്റ്സ് ഒക്കെ ചെയ്യുന്ന ടൈറ്റനോ? ശരിക്കും അതെന്താ എന്ന് മിക്കാസ ചോദിക്കുന്നു. ഒരുപക്ഷെ അത് ബുദ്ധിയില്ലാത്ത ടൈറ്റൻ ആയിരിക്കും എന്ന് കോണി പറയുവാണ്. എന്തായാലും നമുക്ക് HQയിലോട്ട് പോവാം എന്ന് കോണി പറയുന്നു. മിക്കാസയുടെ ഗ്യാസ് തീർന്ന കാര്യം ആർവിൻ അവനോട് പറയുന്നു. ഓ, നീയില്ലാതെ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് എന്ന് കോണി ചോദിക്കുന്നു. ഇതേ സമയമാണ് ആർവിൻ അവന്റെ ഗ്യാസ് സിലിണ്ടർ എല്ലാം എടുത്ത് മിക്കാസയ്ക്ക് കൊടുക്കുന്നത്. ഇതിനകത്ത് ഒരുപാടൊന്നുമില്ല, പക്ഷെ അങ്ങോട്ട് എത്താനുള്ളതുണ്ടാവും. ആർവിൻ, നീ എന്താണ് ഈ ചെയ്യുന്നത്? നമുക്ക് വേറെ വഴിയില്ല മിക്കാസ. ഞാനിത് വെറുതെ പാഴാക്കുക മാത്രമേ ചെയ്യുള്ളൂ. പക്ഷേ നീ ഇത് മുൻപത്തെ പോലെ പാഴാക്കരുത്. നീ എല്ലാവരെയും രക്ഷിക്കണം എന്ന് ആർവിൻ പറയുന്നു. ഞാൻ മറ്റൊരാളുടെ ജീവന് വില കൽപ്പിക്കാതെയാണ് അവരെ മുന്നോട്ട് നയിച്ചത്. എന്തിന്? എന്റെ ജീവൻ പോലും ഒരു ഘട്ടത്തിൽ ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറായി, സ്വാർത്ഥത കൊണ്ട് മാത്രം. ഞാൻ എന്ന് മിക്കാസ ചിന്തിക്കുന്നു. ഓ ഭാഗ്യം, ഓപ്പണിംഗ് ഡിവൈസ് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. എന്റെ ബ്ലേഡുകളെല്ലാം ഞാൻ വെച്ചിട്ടുണ്ട്. പക്ഷെ ഒന്ന് മാത്രം അതെനിക്ക് വേണം. ജീവനോടെ അവരുടെ വായിൽ പെടാൻ എന്നെ കൊണ്ട് പറ്റില്ല. സോ ആ ബ്ലേഡ് ഉപയോഗിച്ച് അവൻ സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് മിക്കാസ ആ ബ്ലേഡ് എടുത്ത് വലിച്ചെറിയുന്നത്. ആർവിൻ, ഞാൻ നിന്നെ ഒറ്റയ്ക്കാക്കി പോവില്ല. നേരത്തെ ഞാൻ കണ്ടത് ഒരു അത്ഭുതമായിരുന്നു. ടൈറ്റനെ കൊല്ലുന്ന മറ്റൊരു ടൈറ്റൻ. ആരും ഇതുവരെ കേട്ടിട്ട് പോലുമില്ല. പക്ഷേ അതൊരു പ്രതീക്ഷയാണ്. ആദ്യ കാഴ്ചയിൽ തന്നെ മനുഷ്യരുടെ മുഴുവൻ ദേഷ്യവും അതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നി.
സോ അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. മനുഷ്യരെല്ലാം മതിലിനകത്തോട്ട് കയറുന്നത് വരെ ടൈറ്റൻസിനെ ഇവിടെ പിടിച്ചു നിർത്തുക എന്നുള്ളതായിരുന്നു ഇവരുടെ മിഷൻ. എന്നാൽ അത് തീർന്നിട്ടും ഇവർ മതിലകത്തോട്ട് പോവാത്തത് ഇവരുടെ കയ്യിൽ ഗ്യാസ് ഇല്ലാത്തത് കൊണ്ടാണ്. എന്നാൽ ഗ്യാസ് ഇരിക്കുന്ന സ്ഥലത്താണെങ്കിൽ ഒരുപാടധികം ടൈറ്റൻസും ഉണ്ട്. അങ്ങനെ അവർ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകുന്ന സമയത്താണ് ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ടൈറ്റനെ അവർ കണ്ടത്. സോ എന്തുകൊണ്ടായിരിക്കും ഒരു ടൈറ്റൻ മാത്രം വ്യത്യസ്തനായത്? പെട്ടെന്ന് എവിടുന്നായിരിക്കും അങ്ങനെ ഒരു ടൈറ്റൻ പ്രത്യക്ഷപ്പെട്ടത്? ഒരു പക്ഷേ മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി വന്ന ടൈറ്റൻ ആയിരിക്കുമോ? എന്നാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത്തരത്തിലുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരാതെ വരിക്കും. ബൈ.